എപ്പോഴും മൊബൈൽ നോക്കി വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കാറുണ്ടോ? മൊബൈൽ എന്തിനാണ് നിങ്ങളുടെ കൂടുതലും ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? മൊബൈൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് കേട്ടോണ്ട് നിങ്ങളുടെ വീട്ടിലെ പണികൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാം. മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന ടൈം വെറുതെ വേസ്റ്റ് ആവും. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? എന്നാൽ ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ഓഡിയോ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. 2-3 ദിവസത്തെ വീഡിയോ ഒക്കെയാണ്. വോയിസ് ഒരു ചെറിയ മോട്ടിവേഷനാണ്. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇത് മോട്ടിവേറ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ എനിക്ക് വളരെ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യണേ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എനിക്ക് വളരെ വളരെ ഹാപ്പി ആയിട്ട് തോന്നും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നല്ല. ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ടോപ്പിക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. മൊബൈൽ മാറ്റിയിട്ട് നമുക്ക് ബുക്ക് റീഡ് ചെയ്യാം. കുട്ടികളുടെ സ്റ്റോറി ബുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാം. കുട്ടികൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ സ്റ്റോറി ബുക്സ് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് തന്നെ പഴയത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ കുറേ സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് ഇത് ഗ്രോ ചെയ്യാനും വളരെ നല്ലതാണ്. എപ്പോഴും പണ്ട് കാലത്തൊക്കെ അപ്പൂപ്പനമ്മമാരൊക്കെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ ആർക്കും അതിനുള്ള സമയമില്ല. അതുമാത്രമല്ല, കഥകളും അറിയത്തില്ല. നമ്മൾ അമ്മമാർ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്താലോ? നമ്മുടെ കയ്യിൽ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്സൊക്കെ റീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ, എത്രയോ വയസ്സായിക്കോട്ടെ കുട്ടികൾക്ക്, സ്റ്റോറി പറയാൻ ഏതെങ്കിലും ഒരു ഏജ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കുട്ടികൾ തന്നെയാണ് ഒരു ഏജ് എത്തുന്നവരെ. അപ്പോൾ വരെ നമുക്ക് സ്റ്റോറി പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ നല്ല സന്തോഷത്തോടെ ആ സ്റ്റോറി കേൾക്കും. അതിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു മോട്ടിവേഷൻ കുട്ടികളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടാക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പം നമ്മൾ നല്ല നല്ല സ്റ്റോറി ബുക്സ് വായിക്കുക. അത് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ആയിക്കോട്ടെ. നെഗറ്റീവ് തിങ്കിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ കുട്ടികൾക്കും നമുക്കും മൈൻഡിൽ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറി ബുക്കിന് വേണ്ടി നമുക്ക് കൂടിപ്പോയാൽ 15-20 മിനിറ്റ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കി പണികളുണ്ടല്ലോ, അതിന് കുറേ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. നിങ്ങൾ 30+ ആണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഈ സമയത്ത് ഫാമിലിനെ എങ്ങനെയോ നമ്മൾ 100% ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, കുട്ടികൾക്കോ 100% കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരു 2-5% പോലും കൊടുക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ 30 ആയിക്കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ കെയർ, സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യും, ചിലപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യും. ചിലപ്പോൾ അതൊരു അൺഹെൽത്തി വേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി വേ ആയിരിക്കും. എന്തായാലും ആയിക്കോട്ടെ, നിങ്ങളൊരു ഹെൽത്തി വേയിലാണ് വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല ഒരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ ഒരു അൺഹെൽത്തി വേയിലാണ് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം പോയി ചെയ്യേണ്ടത് ചെക്കപ്പാണ്. ഡോക്ടറെ പോയി കാണുക, അതിനുള്ള ആവശ്യമുള്ള ചെക്കപ്പൊക്കെ ചെയ്യുക. അയ്യോ ഇതൊന്നും സാരമില്ല, ഇതൊക്കെ കോമൺ ആണ് എന്ന് ചിന്തിക്കല്ലേ. അയ്യോ വയസ്സാവുകയാണ്, അത് കാരണം ഇതൊക്കെ സിംറ്റംസ് ആണ്, മുട്ടുവേദന, കാലുവേദന. ഇപ്പോൾ ഒന്നും വയസ്സായിട്ടില്ല, 30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനി കുറേ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് ഓ ഇത് പ്രായത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ വണ്ണത്തിൻ്റെ ആയിരിക്കും, അങ്ങനെയൊക്കെ. നമ്മൾ അങ്ങനെ അതിന് അശ്രദ്ധ കൊടുക്കാതിരിക്കാതെ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പെയിൻ എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ് എന്ന് തീർച്ചയായിട്ട് നമ്മൾ ഡോക്ടറെ പോയി ചെന്ന് കാണിച്ച് അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ മുകളിൽ ഡിപ്പെൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാച്ചുറൽ വേയിൽ പറ്റുവാണെങ്കിൽ ആ രീതിയിലുള്ള നല്ല ഹെൽത്തി വേയിൽ ട്രീറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഹോമിയോപ്പത്തി അല്ലെങ്കിൽ ആയുർവേദം, അങ്ങനെയും ചെയ്യാം. പക്ഷെ കാണിക്കാതിരിക്കുന്നത് വളരെ 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 തെറ്റാണ് കേട്ടോ. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഏതോ ഒരു ക്രാഷ് ഡയറ്റാണ്, അതല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന, ഇപ്പം നമ്മൾ ചോറാണ് കഴിക്കണമെങ്കിൽ നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ വേണം കഴിക്കാൻ. ഇപ്പോൾ വീട്ടമ്മമാർ ഒത്തിരി പേര് പുറത്ത് പോകാറില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് വാക്കിംഗ് വളരെ കുറവായിരിക്കും. വീട്ടു പണി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, നന്നായിട്ട് കാലറി ബേൺ ചെയ്യണമെങ്കിൽ ഇച്ചിരി എക്സസൈസോ അല്ലെങ്കിൽ സൂര്യ നമസ്കാരമോ എന്തെങ്കിലും ചെയ്യണം. അതൊന്നും ചെയ്യാതെ നമ്മൾ കുറേ റൈസൊക്കെ കഴിക്കുവാണ്. അയ്യോ ഈ
റൈസ് വേസ്റ്റായി പോകുമല്ലോ, നമ്മളിത് കളയേണ്ടി വരും എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് അത് വളരെ ദൂഷ്യം ചെയ്യും, നമ്മുടെ ശരീരത്തിന് വളരെ ദൂഷ്യം ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കല്ലേ. നമ്മൾ ആ ഫുഡ് കുറേ എക്സ്ട്രാ ആവുകയാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ചോറ് ബാക്കിയാവുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് സ്നാക്സ് പോലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ രാത്രി അതേ ചോറ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലെമൺ റൈസോ ടൊമാറ്റോ റൈസോ ഒക്കെ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ അവിടെ കിടക്കുന്ന എന്ത് ഭക്ഷണവും വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ വയറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ സൈഡ് എഫക്റ്റാണ് പിന്നെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളും നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ ഫാമിലി ഫുൾ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ്. സ്കിൻ കെയർ മാത്രമല്ല, സെൽഫ് കെയർ ആണ്. പെഡിക്യൂർ ചെയ്യണം, നമ്മുടെ കാല് നമ്മുടെ വിരലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുടി ഹെയർ കെയർ ചെയ്യുക. 30 വയസ്സ് കഴിഞ്ഞാൽ തലമുടി വളരൂല, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരും, നമ്മുടെ സ്കിന്നും നന്നായിട്ട്. അപ്പോൾ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ലൈറ്റ് ചൂടുവെള്ളം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ 3 ബോട്ടിൽ ഉണ്ടെങ്കിൽ 3 ബോട്ടിൽ നിറച്ച് വയ്ക്കുക. 1 ലിറ്റർ ബോട്ടിൽ കഴിയുമ്പോഴേക്ക് അടുത്ത ലിറ്റർ, അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. അങ്ങനെ കുടിക്കുമ്പോഴേക്ക് നമ്മുടെ ബോഡി നന്നായിട്ട് ഡീടോക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ വരും. നമുക്ക് നല്ലൊരു എനർജി കിട്ടും. പിന്നെ ഫുഡ് ആവശ്യത്തിന് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഒരു റൊട്ടി, ഇച്ചിരി കറി, അതിൻ്റെ കൂടെ ഇച്ചിരി കുക്കുംബർ, അത് മതിയാവും. അങ്ങനെയൊക്കെ ഇച്ചിരി പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് തരണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.